ജലന്ധറിലെ BSF ആസ്ഥാനത്തിന് സമീപവും അമൃത്സറിലെ കാസ കണ്ണോൺമെന്റിന് സമീപം ഇന്ന് ഇരട്ട സ്ഫോടനം നടന്നത് പഞ്ചാബിലെ അതീവ സുരക്ഷാ മേഖലകളെ ഒന്നടക്കം നടുക്കിയിരിക്കുകയാണ്. ആ സ്ഫോടനത്തിൽ IED ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. BSF ഓഫീസിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഡെലിവറി ബോയുടെ സ്കൂട്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിലെന്തെങ്കിലും സാങ്കേതിക തകരാർ ഉണ്ടോ എന്ന സംശയമായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഫോറൻസിക് പരിശോധനയ്ക്ക് നടന്നതിന് ശേഷം വന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതിനകത്ത് IED ഉപയോഗിച്ചാണ് ആ സ്കൂട്ടറിൽ സ്ഫോടനം നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജലന്ധറിലെ BSF ഫോർഡിയർ ആസ്ഥാനത്തിന് മുന്നിലും അമൃത്സറിലെ കാസ കണ്ണോൺമെന്റ് ഏരിയയിലുമാണ് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സ്ഫോടനം ഉണ്ടായത്. രണ്ട് സംഭവങ്ങളിലും IED ഉപയോഗിച്ചാണ് പ്രാഥമികമായി സ്ഫോടനം നടത്തിയതെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രിയാണ് പഞ്ചാബിനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് സ്ഫോടനമുണ്ടായത്. രാത്രി 8 മണിയോടെ ജലന്ധറിലെ BSF ചൗക്കിന് സമീപമാണ് ആദ്യ സ്ഫോടനം നടന്നത്. ഒരു ഡെലിവറി ബോയിയുടെ സ്കൂട്ടറിലാണ് സ്ഫോടനമുണ്ടായത്. BSF ഉദ്യോഗസ്ഥർക്ക് പാഴ്സൽ നൽകി മടങ്ങിയ ഗുർപ്രീത് സിംഗ് എന്ന യുവാവിന്റെ വാഹനമാണ് തകർന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിക്കുകയും സമീപത്തെ വൈദ്യുതി പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഗുർപ്രീത് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുർപ്രീതിനെ BSF ചോദ്യം ചെയ്തു ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. പിന്നാലെ രാത്രി 10:50 അമൃത്സറിലെ സൈനിക ക്യാമ്പിന് പുറത്തും സ്ഫോടനമുണ്ടായി. അഠാരി അതിർത്തിയിലേക്കുള്ള പാതയിലുള്ള അതീവ സുരക്ഷാ മേഖലയിലാണ് സ്ഫോടനമുണ്ടായത്. അപ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന നിഗമനത്തിലാണ് BSFും സൈന്യവും ഇപ്പോൾ നിൽക്കുന്നത്. മതിലിന് പുറത്തുനിന്ന് ആരോ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതാകാമെന്നാണ് സംശയിക്കുന്നത്. അതായത് ഗ്രനേഡ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുവെന്നാണ് പ്രാഥമികമായ നിഗമനം. സ്ഫോടനത്തിൽ ക്യാമ്പിന്റെ ചുറ്റുമതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും ആളപായം ഉണ്ടായിട്ടില്ല. സ്ഫോടനങ്ങളെ തുടർന്ന് പഞ്ചാബ് പോലീസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. BSF ആസ്ഥാനത്തിന്റെ മുന്നിൽ നടന്ന സ്ഫോടനത്തിൽ വാഹനം പൂർണ്ണമായും തകരുകയും ജലന്ധർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണ് സംഘടന ഇക്കാര്യം അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജലന്ധറിലെ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അമൃത്സറിലെ കാസ കണ്ണോൺമെന്റ് മേഖലയിൽ രണ്ടാമത്തെ സ്ഫോടനം നടന്നത്. സൈനിക പ്രാധാന്യമുള്ള മേഖല ആയതിനാൽ അതീവ ഗൗരവത്തിലൂടെയാണ് ഈ അധികൃതർ ഈ സംഭവം അന്വേഷിക്കുന്നത്. അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണെന്നും രണ്ടിടങ്ങളിലും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. ഏപ്രിൽ 27 പട്യാലയിലെ റെയിൽവേ ട്രാക്കിലും സ്ഫോടനം നടത്താൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമൃത്സറിൽ ബൈക്കിൽ വന്ന വ്യക്തി ഗ്രനേഡ് എറിഞ്ഞതാണ് ഒരു സംശയമുണ്ട്. ഇതിനും പഞ്ചാബിൽ സ്ഫോടനം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പഞ്ചാബിൽ ഖലിസ്ഥാൻവാദികളുടെ ഒരു പ്രഭവ കേന്ദ്രം തന്നെയുണ്ട്. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് ഒന്നാം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പഞ്ചാബിൽ ഒരു സന്ദർശനം നടന്ന സമയത്ത് ഖലിസ്ഥാൻവാദികളെല്ലാം കൂടെ ആ പാലമൊക്കെ ബ്ലോക്ക് ചെയ്താണെന്ന് വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അടിക്കടി നടക്കുന്നുണ്ട്. പഞ്ചാബിൽ ഈ ആം ആദ്മിയുടെ തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണോ അണിയറയിൽ നടക്കുന്നത് എന്നൊരു സംശയം ആഭ്യന്തര മന്ത്രാലയത്തിനുമുണ്ട്. കൂടാതെ ഇപ്പോൾ IBയും NIAയും അടക്കം ഒരു വ്യാപകമായ ഒരു പരിശോധന ശക്തമായി തന്നെ ഇതിലേക്ക് ഒരു പരിശോധനയ്ക്കായി അവർ അന്വേഷണം നടത്തുന്നുണ്ട്.